എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച് അലോട്ട്മെൻറ്റിൽ ഓപ്ഷനുകൾ നൽകുകയും അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും എന്നാൽ ഇതുവരെ കോളേജിൽ ജോയിൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്ത ശേഷം പിന്നീട് അവിടെ നിന്നും ആ ഒരു അഡ്മിഷൻ ക്യാൻസൽ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം വിദ്യാർത്ഥികൾ ആദ്യം സെൽഫ് ഫിനാൻസിൽ കിട്ടി വിദ്യാർത്ഥികൾ 25,000 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജിലേക്ക് പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയത് കാരണം വിദ്യാർത്ഥികൾ അങ്ങോട്ടേക്ക് മാറുന്ന സമയത്ത് വിദ്യാർത്ഥികൾ അധികമായിട്ട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ചതായിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു പൈസ റീഫണ്ട് കിട്ടുന്നതിനുമായിട്ടുള്ള റീഫണ്ട് റിക്വസ്റ്റ് വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ LBS വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ lbscenter.in/para nursing new/index.aspx എന്നുള്ള പേജ് വഴിയാണ് വിദ്യാർത്ഥികൾ, അതായത് നിങ്ങൾ മുൻപ് ഈ നഴ്സിംഗിൻ്റെ ആ ഒരു ലോഗിൻ ചെയ്ത പേജ് വഴി തന്നെയാണ് നിങ്ങൾ ഈ ഒരു റീഫണ്ടിനായിട്ടുള്ള റിക്വസ്റ്റ് നൽകേണ്ടത്. റിക്വസ്റ്റ് നൽകിയ ശേഷം ആ ഒരു റീഫണ്ട് സ്റ്റാറ്റസ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി തന്നെ പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് ഇൻ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസുകൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ച ശേഷം പ്രവേശനം നേടാത്തവർക്കും എക്സസ് ഫീ ഒടുക്കിയ തുക ഈ ഒരു തിരികെ ലഭിക്കുന്നതിന് എക്സസ് ഫീ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം സെൽഫ് ഫിനാൻസിൽ കിട്ടിയപ്പോൾ 25,000 രൂപ അടച്ചു. പിന്നീട് ഗവൺമെൻറ് കോളേജിൽ കിട്ടിയ സമയത്ത് പിന്നീട് ഏകദേശം കുറേ പൈസ അവിടെ കുറച്ച് പൈസയെങ്കിലും ബാലൻസ് വന്നിട്ടുണ്ടാകും നിങ്ങൾക്ക് തിരികെ കിട്ടാനായിട്ട്. അതിനാണ് എക്സസ് ഫീ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ നഴ്സിംഗ് ആണ്, ഗവൺമെൻറ് ആദ്യം സെൽഫ് ഫിനാൻസിൽ കിട്ടിയപ്പോൾ 25,000 രൂപ അടച്ചിട്ടുണ്ട്. എന്നാൽ സെൽഫ് ഫിനാൻസിൽ കിട്ടിയ ശേഷം പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ് കോളേജിൽ കിട്ടുന്ന സമയത്ത് 23,170 രൂപയായിരുന്നു. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഏകദേശം 1000 സംതിങ്ങോളം രൂപ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ അടച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു പൈസയാണ് എക്സസ് ഫീ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ അധികമായിട്ട് അടച്ച പൈസയാണ്, അത് നിങ്ങൾക്ക് തിരികെ കിട്ടും. അപ്പോൾ അതിനായിട്ടാണ് ഈ ഒരു ഫീ അടച്ച തുക തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകർക്ക് റീഫണ്ടിനുള്ള അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകർ നിങ്ങളുടെ ഹോം പേജിലെ അപേക്ഷാ നമ്പർ, രജിസ്ട്രേഷൻ ID, പാസ്വേഡ് ഇവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അപേക്ഷൻ്റെ ഹോം പേജിലെ ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് എന്നുള്ള ടൈറ്റിലിന് താഴെ റീഫണ്ട് എന്ന റിക്വസ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു താഴെയായിട്ട് നിങ്ങളുടെ അപേക്ഷേൻ്റെ അഡ്രസ്സ് രേഖപ്പെടുത്തിയ ശേഷം ഫീസ് അടച്ച റെസിപ്റ്റ് സ്കാൻ ചെയ്ത് PDF ഫോമാറ്റ് അപ്ലോഡ് ചെയ്യുക. ബാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ടൈറ്റിലിന് താഴെ നിങ്ങൾ ഫീസ് അടച്ച തുക അപേക്ഷകന് റീഫണ്ട് ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ട്, അതായത് അപേക്ഷേൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം ബാങ്ക് പാസ്ബുക്കിൻ്റെ ആദ്യ പേജ് സ്കാൻ ചെയ്ത ഫോമാറ്റിൽ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ റീഫണ്ട് സ്റ്റാറ്റസ് വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ നൽകുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ID നൽകുക, അതിനുശേഷം പാസ്വേഡ് നൽകുക, അതിനുശേഷം സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലാണ് ലോഗിൻ ചെയ്താൽ പോവുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇവിടെയായിട്ട് നിങ്ങൾക്ക് ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ പ്രത്യേകിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അതൊന്നും അടക്കാത്തതുകൊണ്ട് ഇവിടെ കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഫണ്ട് റിക്വസ്റ്റിനായിട്ട്, അതായത് ഇവിടെ ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് എന്നുള്ള ഭാഗത്തിന് താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് റീഫണ്ട് റിക്വസ്റ്റിനായിട്ടുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതായത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നൽകുക. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഫീ പേയ്മെൻറ്റ് ചെയ്ത റെസിപ്റ്റ് ഉണ്ടാവും, നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് PDF രൂപത്തിലായിരിക്കണം, PDF ഫോമാറ്റിലായിരിക്കണം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് നിങ്ങളുടെ ഈ ഒരു പൈസ ഈ റീഫണ്ടായിട്ട് കിട്ടേണ്ടത്, അപ്പോൾ ആ റീഫണ്ട് കിട്ടേണ്ട അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങളുടെ അക്കൗണ്ട് സേവിങ് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം നൽകേണ്ടത്. കറൻറ്റ് ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ
സീറോ ബാലൻസ് അക്കൗണ്ടോ നൽകരുത്, സേവിങ് ബാങ്ക് അക്കൗണ്ട് നൽകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ ഒരു അക്കൗണ്ട് നൽകുക, അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകുക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ്, അത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന, അതുപോലെ IFSC കോഡ് ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു പേജിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി, അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകുക. അത് PDF ഫോമാറ്റിൽ ആയിരിക്കും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അതിൽ പറഞ്ഞ എല്ലാവിധ ഡീറ്റെയിൽസും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അല്ലേ നൽകിയിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ റീഫണ്ടിനായിട്ടുള്ള റിക്വസ്റ്റ് നൽകി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് ആ ഒരു ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ഒരു റീഫണ്ടിനായിട്ടുള്ള ആ ഒരു റിക്വസ്റ്റ് നൽകാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ആ ഒരു റെസിപ്റ്റാണ്. ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് എന്നുള്ള ടൈറ്റിലിന് താഴെയായിട്ട് റീഫണ്ട് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് രേഖപ്പെടുത്തുക. അതിനുശേഷം നിങ്ങളുടെ ഫീസ് അടച്ച റെസിപ്റ്റ് സ്കാൻ ചെയ്ത് PDF ഫോമാറ്റിൽ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ബാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്തിന് താഴെയായിട്ട് നിങ്ങൾ അടച്ച ആ ഒരു പൈസ ഏത് അക്കൗണ്ടിലേക്കാണ് റീഫണ്ടായിട്ട് കിട്ടേണ്ടത്, ആ ഒരു പൈസ കിട്ടേണ്ട അക്കൗണ്ട്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ആദ്യത്തെ പേജ് സ്കാൻ ചെയ്ത് ഫോമാറ്റിൽ, അത് PDF ഫോമാറ്റിലായിരിക്കും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ആ ഒരു ബാങ്ക് പാസ്ബുക്കിൻ്റെ ആദ്യത്തെ ഫ്രണ്ട് പേജിൻ്റെ ആ ഒരു സ്കാൻ ചെയ്ത കോപ്പി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യുക. ഇതോടുകൂടി നിങ്ങളുടെ ആ ഒരു റീഫണ്ട് റിക്വസ്റ്റിനുള്ള ആ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയിട്ടുണ്ടാവും. അതിനുശേഷം റീഫണ്ടിൻ്റെ സ്റ്റാറ്റസ് ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ ആ ഒരു പൈസ റീഫണ്ടായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.